ചേട്ടാ, ആഗോള അയ്യപ്പ സംഗമത്തിന് പൊടിച്ചത് കോടികളാണ്. അപ്പോൾ ആദ്യം സർക്കാർ പറഞ്ഞത് ഇതൊരു സർക്കാർ പരിപാടിയല്ല, ഭക്തരുടെ ഉദാര മനസ്കറി കൊണ്ട് കിട്ടുന്ന സംഭാവനകൾ ഞങ്ങൾ സ്വരുക്കൂട്ടി നടത്തുന്ന ഒരു ചെറിയ പരിപാടി. പക്ഷേ പിന്നാലെ വന്നു ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ്. നമ്മുടെ എന്താ പറയുക, നീക്കിയിരിപ്പിൽ നിന്ന് 3 കോടി രൂപ ഇതിനു വേണ്ടി കൊടുക്കുമെന്നുള്ളത്. ഇപ്പോൾ കോടതി കയറിയേക്കുക, കോടതിയിൽ സമാധാനം പറയേണ്ടി വരില്ലേ? അതെ, അതായത് ഈ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ, ആ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട സർക്കാർ, ജനങ്ങളുടെ പുരോഗമനപരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ട സർക്കാർ, ജനങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ട സർക്കാർ, ഇങ്ങനെ ഒരുപാട് ചുമതലകളുണ്ട് സർക്കാരിന്. ഈ ചുമതലകളൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് സർക്കാർ പറയുന്നത് എന്താണ്, ഞങ്ങൾ 5 പൈസ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഈ ഫണ്ടിൽ നിന്നോ, അതായത് സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നോ ഖജനാവിൽ നിന്നോ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഖജനാവിൽ നിന്നോ എടുക്കുന്നില്ല. അപ്പോൾ കോടതി അത് പ്രത്യേകം എടുത്ത് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം കോടതിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മളൊരു മതേതര രാഷ്ട്രമാണല്ലോ. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുക എന്ന് പറഞ്ഞാൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് നീതിയുക്തമായി തോന്നിയിട്ടുണ്ടാവില്ല. എനിക്ക് നിയമവശങ്ങൾ കൂടുതൽ പറയാൻ അറിയില്ല. പക്ഷേ കോടതി അതുകൊണ്ട് തന്നെ ചോദിച്ചു, ഇത് എന്താണ് ഉദ്ദേശം, ലക്ഷ്യങ്ങൾ. അപ്പോൾ അത് വ്യക്തമാക്കേണ്ടി വന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങൾ, തിരക്കൊഴിവാക്കൽ, പിന്നെ ടൂറിസവുമായി ബന്ധപ്പെടുത്തിയിട്ട് തീർത്ഥാടന പദ്ധതി, അതെല്ലാം കോടതി തത്വത്തിൽ അംഗീകരിച്ചു. പരിസ്ഥിതി മലിനീകരിക്കപ്പെടാത്ത രീതിയിൽ അവിടെ ഇതെല്ലാം നടക്കണം, തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, ഇതൊക്കെ സമ്മതിച്ചു. അവസാനമാണ് കോടതി ഈ ചോദ്യം ചോദിച്ചത്, ഈ പണം ഇതിനെവിടെ നിന്ന് കണ്ടെത്തും, ആരാണ് പണം മുടക്കുക? അതൊരു പ്രസക്തമായ ചോദ്യമാണല്ലോ. ഈ ചോദ്യം വരുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ ഇവർ വളരെ ഇരട്ടവര ബുക്കിൽ നമ്മൾ കോപ്പി എഴുതി പഠിക്കണ പോലെ ഈ വക്കീലിനെ എഴുതി പഠിപ്പിച്ച് വക്കീൽ അവിടെ ചെന്ന് നിന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞു, ഞങ്ങൾ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 5 പൈസ എടുക്കില്ല. 5 പൈസ എടുക്കാൻ ഖജനാവിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. കാരണം പിറന്നു വീഴുന്ന കുട്ടിക്ക് വരെ ലക്ഷക്കണക്കിന് രൂപ ബാധ്യതയിലാണ് കാര്യങ്ങൾ പോണേന്നുള്ളതാണ് നമ്മുടെ എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത്. അതിനിപ്പോൾ അവർ വിരോധികളാണോ എന്നറിയില്ല, ഇടതുപക്ഷ സർക്കാരിൻ്റെ വിരോധികൾ പറഞ്ഞു വരുത്തുന്ന കിംവദന്തികളാണോ എന്നറിയില്ല. ഇല്ല, ഞങ്ങൾക്ക് കിഫ്ബി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ആയിക്കോട്ടെ, അത് മാറി നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ പൈസ മുടക്കുന്നില്ല. ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനുണ്ടായിരുന്നു, അവരും പറഞ്ഞു പൈസ മുടക്കുന്നില്ല. പിന്നെ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ പ്രേംലാൽ ഇതിന് ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ വരും. അയ്യപ്പ സംഗമത്തിന് ഏതാണ്ട് 5000 ചിഷ്ട ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, 4000 പേർക്ക് പന്തലുണ്ട്. അപ്പോൾ എന്തായാലും ഈ വരുന്നതിൽ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ആർക്കും കടന്നു വരാം, അയ്യപ്പനെ സേവിക്കാം, അയ്യപ്പന് വേണ്ടി നിങ്ങൾക്ക് ടൂറിസത്തിന് പണം കൊടുക്കാം എന്നുള്ളൊരു സുവർണാവസരം വിളിച്ചു പറയുമ്പോൾ തീർച്ചയായും ആരെങ്കിലുമൊക്കെ ഈ പാട്ടയിൽ കാശിടും. ആ കാശ് കൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാം. ഈ ഒരു ഭാഷയിലല്ല പറഞ്ഞതെങ്കിലും വ്യംഗ്യം അത് തന്നെയായിരുന്നു. കോടതിയും അതിൽ മറ്റൊന്നും ദുരുദ്ദേശപരമായി കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ, കുറച്ച് കണ്ടീഷൻ മുന്നോട്ടേക്ക് വെച്ചു. അത് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെ. ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു തിട്ടൂര് ഇറങ്ങുന്നു, കമ്മീഷണറുടെ 3 കോടി രൂപ സർപ്ലസ് ഫണ്ടിൽ നിന്ന് കൊടുത്തെന്ന് പറഞ്ഞു. 5 നയാ പൈസ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് എടുക്കില്ല, ഖജനാവിൽ നിന്ന് എടുക്കില്ല എന്ന് പറഞ്ഞ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കോടതിയെ കളിയാക്കി. സത്യപ്രതിജ്ഞാ ലംഘനം, സത്യവാങ്മൂലം ലംഘിച്ചു. കോടതി വാക്കാൽ പറഞ്ഞു, ചോദിച്ചത് അവിടെ രേഖപ്പെടുത്തുന്നത് അങ്ങനെ തന്നെയാണല്ലോ. അത് ആരും സംസാരിക്കാനുണ്ടായില്ല. അതായത് ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ തലയിട്ട് അല്ലേ, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ അഭിപ്രായം പറയുന്ന ധാരാളം ആളുകളുണ്ട്, ആക്ടിവിസ്റ്റുകളുണ്ട്, ഇല്ലേ? നോക്കൂ, ഒരു കുപ്പി കുടിവെള്ളത്തിൻ്റെ കുപ്പി KSRTC ബസ്സിൻ്റെ മുൻവശത്ത് ഡ്രൈവറുടെ സീറ്റിന് ഫ്രണ്ടിൽ കിടക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ KSRTC വകുപ്പ് മന്ത്രി തന്നെ ആ ബസ് വഴിയിൽ തടഞ്ഞു നിർത്തി ആ അനീതിക്കെതിരെ പോരാട്ടം നടത്തി, ശക്തമായ പോരാട്ടം നടത്തി, ഇല്ലേ? ഇനി ഇതുപോലുള്ളൊരു ബസ്സിന് പക്ഷേ ഫിറ്റ്നസ് ഇല്ലായിരുന്നു, അത് മന്ത്രി അറിഞ്ഞോ ഇല്ല. അതെ, ഇതുപോലത്തെ ഒരു നിയമലംഘനം ഇനി നടത്തരുതെന്ന് KSRTC ഡ്രൈവർക്കും കണ്ടക്ടർക്കും വകുപ്പ് മന്ത്രി തന്നെ താക്കീത് കൊടുത്തു. ഇനി നടപടി വരുമെന്ന് പറഞ്ഞത് ചോദിച്ചു പിടിച്ചു വന്നപ്പോഴാണ് നമുക്കും കാര്യങ്ങൾ മനസ്സിലായത്. ദീർഘദൂര ബസ്സാണ്. ഈ നമ്മൾ കുറച്ച് കൊളോക്കിയലായി പറഞ്ഞു കഴിഞ്ഞാൽ കത്തണ വെയിലാണ്. അവിടെ എഞ്ചിൻ്റെ ചൂട് അടിച്ച് അതിന് ആ തൊട്ട് മുകളിലാണ് ക്യാബിൻ സെറ്റ് ചെയ്തേക്കണേ, അറിയാലോ. അവിടെ ഇരുന്നിട്ട് ചുട്ടുപൊള്ളണ ചൂടിലിരുന്ന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ മുൻവശത്ത് ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു തന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ കുടിച്ചിട്ട കുപ്പി അവിടെ വച്ചിരുന്നു എന്ന് വിചാരിക്കുക, വണ്ടി ഓടുമ്പോൾ ഉരുണ്ട് മാറുമല്ലോ. അപ്പോൾ അതുപോലും നിയമലംഘനമായി മനസ്സിലാക്കുന്ന ഈ KSRTC വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ, അദ്ദേഹം ഈ വാർത്ത കണ്ടില്ലാവോ?
സ്വന്തം സർക്കാർ, അയ്യപ്പൻ്റെ വലിയ ഭക്തനാണ് അദ്ദേഹം. അതെ. പമ്പയിൽ KSRTC ബസ്സൊക്കെ സർവീസ് ആവശ്യം എന്താണ് നമ്മുടെ തീർത്ഥാടകർക്ക് ആവശ്യമായ ബസ്സുകളൊക്കെ കൊടുക്കുന്ന അദ്ദേഹം പറഞ്ഞത് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇത് എന്തായാലും ശ്രദ്ധിച്ച് കാണണമല്ലോ. ഇത് കോടതി അലക്ഷ്യമല്ലേ? ഉറപ്പല്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ KSRTC വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ നിയമമന്ത്രി ആവട്ടെ ആരും ശബ്ദിച്ചിട്ടില്ല. അതെ. അപ്പോൾ ഇവിടെ കൊച്ചിയിലുള്ള നമ്മുടെ ഒരു SJR കുമാർ എന്ന് പറഞ്ഞൊരാൾ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചേക്കുന്നു. ഹർജി അത് കോടതി ഫയലിൽ സ്വീകരിച്ചു. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ പേരിൽ നടത്തിയ ഈ പരിപാടിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 3 കോടി രൂപ അതിനുവേണ്ടി മുടക്കി എന്നുള്ളത്, ചെലവഴിച്ചു എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറുടെ ഉത്തരവ്, ആ രേഖകൾ സഹിതമാണ് കോടതിയിൽ ഇദ്ദേഹം ഹർജി നൽകിയേക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് കൂടാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. ഫുള്ളി AC കവേഡായിട്ടുള്ള സ്റ്റേഡിയം എന്ന് പറയാൻ പറ്റില്ല, അവരുടെ പന്തൽ ഒരുക്കി കൊടുത്തത്. അവിടെ 4000 സ്റ്റേജ് ഉണ്ടായി. അവിടെ AI ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ. ഓ, അത് മനസ്സിലായല്ലോ. അത് കണ്ടെത്തുകയും ചെയ്തല്ലോ. അതെ, കാരണം അത് ഇൻ കേസ് ഇനിയിപ്പോൾ കൂടുതൽ ആളുകൾ തടിച്ചു കൂടിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇനിയിപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് കണ്ണുവെച്ചാലോ, അപ്പോൾ വന്ന ആളുകളെയൊക്കെ കുറച്ച് ആളുകൾ മാത്രം കാണിച്ചിട്ട് ബാക്കിയൊക്കെ വാനിഷ് ചെയ്ത് കാണിച്ചു എന്നാണ് പറയണത്. അപ്പോൾ എന്തുകൊണ്ടാ എനിക്കൊരു സംശയം, അതായത് ഈ 3 കോടി രൂപ പൊടിച്ചു അല്ലേ? അപ്പോൾ അത് പൊടിച്ചതിന് എന്തെങ്കിലും റിട്ടേൺ കിട്ടി? വന്നവരൊക്കെ പഴയയിടത്തിൻ്റെ 4 കൂട്ടം പായസം കഴിച്ച് പോയതല്ലാണ്ട് എന്തെങ്കിലും അവിടെ സംഭാവന ചെയ്യുക വല്ലതും ചെയ്തിട്ട് അറിയാവോ? അല്ല, പ്രേംലാൽ, ഇതിൽ 3 കോടി രൂപയല്ല, പിന്നെ 3 കോടി രൂപയിൽ 8 കോടി രൂപയാണ് ഈ അത് ശരി 8 കോടി രൂപയാണ് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കമ്പനി ഇവന്റ് മാനേജ്മെന്റിന് 8 കോടി രൂപയാണ് ഇതിന് ചെലവ്. മിനിമം ഒരു 80 കോടിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ 8 കോടി മുടക്കിയതിന് പ്രയോജനമുള്ളൂ. ഈ 8 കോടിയുടെ 2% ആദ്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് അനുവദിച്ചത്. അപ്പൊ ബാക്കി പണം കൊടുക്കാതെ പറ്റില്ലല്ലോ. അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്താ പറയാ എയറിലാണ്. 5 കോടി രൂപ ഇനി ആരും കൊടുക്കും? അല്ല, 5 കോടി കൊടുക്കാതെ എന്തായാലും പറ്റില്ല. അവർ വാങ്ങിക്കാണും, കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായോ? അതൊന്നും ബാനിഷ് ചെയ്ത് കളയാൻ എന്തായാലും പറ്റില്ല. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ ഉത്തരവ് വന്നതുപോലെ ഇനിയും ഇത്തരം ഉത്തരവുകൾ പുറത്തു വരും. 5 കോടി കൊടുത്തതിൻ്റെ കണക്കുകളൊക്കെ തീർച്ചയായിട്ടും വരും. പിന്നെ ഇപ്പോൾ പ്രേംലാൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവർ 4000 പേര് പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ട് കഷ്ടി അവിടെ ഒരു 1200-ലപ്പുറത്തേക്ക് ആളുകൾ പങ്കെടുത്തിട്ടില്ല എന്നാണ് നമ്മളുടെ മാധ്യമ സുഹൃത്തുക്കളടക്കം പങ്കെടുത്ത വാർത്തകൾ നമുക്ക് കിട്ടുന്നത്. അത്രേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഈ വന്ന ആളുകളിൽ തന്നെ എന്തായാലും ട്രംപ് കെട്ടുനിറച്ച് വന്നിട്ടില്ല ആഗോള അയ്യപ്പ സംഗമത്തിന്. അത് ദുബായ് ഷെയ്ഖ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരും വന്നിട്ടില്ല. അപ്പോൾ ആരൊക്കെ വന്നു എന്നുള്ളത് ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ ഇതിനു മുൻപ് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള കുറേ ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നല്ല കാര്യം. പക്ഷേ ഈ വന്നവരാരെങ്കിലും 5 പൈസയുടെ ഒരു മൂലധന നിക്ഷേപം ഈ ടൂറിസം പിൽഗ്രിമിന് വേണ്ടി മുടക്കിയോന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ ശബരിമലയുടെ ആഗോള വികസനത്തിന് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്തെങ്കിലും കാര്യക്ഷമമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കുമോ? അല്ലെങ്കിൽ ജനങ്ങൾക്ക് ക്യൂ നിൽക്കുമ്പോൾ തിരുപ്പതി മോഡലിൽ ഒരു പന്തൽ ഞങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു 100 ബാത്റൂം ശബരിമലയിൽ ടോയ്ലറ്റ് കൂടുതൽ ഉണ്ടാക്കാം എന്നൊന്നും പറഞ്ഞ് ആരും വന്നതായിട്ട് നമ്മൾ അറിഞ്ഞില്ല. ഇതിൻ്റെ കണക്ക് അവതരിപ്പിക്കുന്ന ഒരു പരിപാടി ഇന്നേവരെ വന്നിട്ടില്ല. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് വരവ് ചെലവ് കണക്ക് ഇതുവരെ അവതരിപ്പിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. മറ്റേതെങ്കിലും മാധ്യമങ്ങൾ പുറത്തുവിട്ടതായും എനിക്കറിയില്ല. പ്രേംലാൽ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. എനിക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വരവ് ചെലവ് കണക്ക് എത്രയാണെന്ന് അറിയില്ല. വരവുക ഇല്ലക ചെലവുക 3 കോടി ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി ഈ 5 കോടി കൊടുക്കാതെ അവർ സമ്മതിക്കില്ല. ഈവൻറ്റ് മാനേജ്മെൻറ്റ് അവർ സമ്മതിക്കില്ല. അവരുടെ ജോലിയാണല്ലോ അത്. അപ്പോൾ ഇത് കൂടാതെ ഇതിൻ്റെ മറ്റ് ചെലവുകളൊക്കെ വേറെയാണ്. ഈ 5 കോടി രൂപ അല്ലെങ്കിൽ 8 കോടി രൂപ എന്ന് പറയുന്ന പ്രേംലാലൊന്ന് മനസ്സിലാക്കണം. ഈ ഡെലിഗേറ്റ്സ് എന്ന് പറയുന്ന ആളുകൾ വന്ന് താമസിക്കുന്നതിന് പത്തനംതിട്ട പരിസരങ്ങളിലുള്ള, കോട്ടയം പത്തനംതിട്ട പരിസരങ്ങളിലുള്ള 5 സ്റ്റാർ ഹോട്ടലുകൾ അല്ലെങ്കിൽ സ്റ്റാർ റേഞ്ചിലുള്ള ഹോട്ടലുകളെല്ലാം മുറികളും ബുക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ 41 ദിവസത്തെ വ്രതം എടുത്ത് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലക്കുമെത്തെ എന്ന് പറഞ്ഞ് ചെരുപ്പിടാതെ ഒരു വസ്ത്രം അടിച്ച് നനച്ച് ഇട്ട്, അതുകൊണ്ടാണ് സർവ്വസംഖ്യ പരിചാരത്തിൻ്റെ കളർ കറുപ്പ്. അതെ, ഇത് ഉപയോഗിച്ചിട്ടാണ് അയ്യപ്പന്മാർ അങ്ങോട്ട് പോണേ. അവിടെ AC പന്തല് ഇല്ലേ, പഴയിടത്തിൻ്റെ 4 കൂട്ടം കൂട്ടി സദ്യ, അതൊക്കെ എന്തോ ആവട്ടെ. കാരണം ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടല്ലോ ഇവർ അവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിക്ക് വേണ്ടിയിട്ടോ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണോ ഇത് നടത്തിയെന്നാണ് ഇപ്പോൾ ജനങ്ങളൊക്കെ സംശയം കൂടാതെ ചോദിക്കണേ. പിണറായി സ്വാമിക്ക് വേണ്ടിയിട്ടായിരിക്കും. ആയിക്കോട്ടെ, ഇപ്പം എന്ത് തന്നെ ആയാലും 3 കോടി രൂപ സ്വാഹ ഇല്ലേ.
ഇനി 5 കോടി രൂപയുടെ കണക്കുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുമ്പ് കോടതി ചോദിച്ചതാണ്. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അന്ന് കോടതിയുടെ മുമ്പാകെ വയ്ക്കേണ്ടതായിരുന്നു. അപ്പോൾ കോടതിയുടെ മുമ്പാകെ ഇത്തരം കാര്യങ്ങൾ വരാതിരുന്നപ്പോൾ കോടതിയെ വഞ്ചിച്ചു, അത് തന്നെയല്ലേ? അപ്പോൾ എന്തായാലും ആ കോടതി അലക്ഷ്യത്തിന് നടപടി ഉണ്ടാവും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കണം. കാരണം സർക്കാരിൻ്റെ അഭിഭാഷകരല്ലേ അവിടെ ചെന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധി, മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയല്ലേ അഭിഭാഷകൻ അവിടെ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊക്കെ കോടതി ഇതിനെ പരിഗണിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ആഗോള അയ്യപ്പ സംഗമം എങ്ങനെയാവും, എന്തിനു വേണ്ടിയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സ്വാമിയെ ശരണമയ്യപ്പ.